കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ പാം എസ്റ്റേറ്റിലുണ്ടായ തീപിടുത്തം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. സമീപത്തെ ജനവാസ മേഖലയിലേക്ക് തീ പടരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. കാറ്റ് പ്രതികൂലമായതാണ് പ്രതിസന്ധി. ഇന്നലെ ഉച്ചയോടെയാണ് ഓയിൽ പാം എസ്റ്റേറ്റിൽ തീപിടുത്തം തുടങ്ങിയത്. ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ. ദിലീപ് ദേവസ്യ, ഇപ്പോൾ എവിടെ വരെ തീ എത്തിയിട്ടുണ്ട്? സുജിയ, നീറിപ്പുകഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ വശം. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജനവാസ മേഖല. കാറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ശമിച്ചിട്ടുണ്ടെങ്കിൽ പോലും വലിയ തോതിൽ തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. തൊട്ടടുത്ത് തന്നെ ഉണങ്ങിക്കിടക്കുന്ന പുല്ലിലേക്കടക്കം തീ വന്നിട്ടുണ്ട്. അവിടെ പുകയുകയും ചെയ്തിട്ടുണ്ട്. ഈ നീറിക്കിടക്കുന്ന പുകയുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ മനസ്സും. കാരണം ഏത് സമയവും തീ സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം പറമ്പിലേക്ക് എത്താവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെയുള്ളവർ നിൽക്കുന്നത്. ചേട്ടാ, പേടിയുണ്ടോ? പേടിയേ ഉള്ളൂ. വീട്ടിലെല്ലാം വന്ന് കയറുന്ന പേടി ഇപ്പോൾ വന്നിട്ട്. അതെ, ഈ കാറ്റ് ശരിക്കും പ്രതികൂലമായി. കാറ്റ് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ജനവാസ മേഖലയിലോട്ട് ഇറങ്ങും. ഇപ്പോൾ പറമ്പിലേക്ക് കയറി നിങ്ങളെല്ലാവരും കൂടി ഏകദേശമൊക്കെ കയറി തുടങ്ങി. നാട്ടുകാരൊക്കെ വന്ന് തീ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ സുജിയ, ഓരോരുത്തരും നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇന്ന് ജോലിക്കടക്കം പോകാതെ ഈ തീ അണയ്ക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ്. കാരണം ഇവരെല്ലാവരുടെയും പറമ്പിലേക്ക് എത്തുന്നത് ഈ ഫയർഫോഴ്സിന് ഒരു പരിധിയുണ്ട്. കാരണം ഫയർഫോഴ്സ് ഏകദേശം പോകുന്ന ഈ സ്ഥലങ്ങളെല്ലാം തന്നെ അണച്ചു വരുമ്പോഴേക്കും സമയമെത്തുന്നു. അതുകൊണ്ട് സ്വന്തം പുരയിടത്തിലേക്ക് എത്താത്ത തരത്തിൽ ഈ തീ അണയ്ക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ഇവർ ഓരോരുത്തരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പുറകുവശത്ത് കാണുന്ന ഈ പുല്ലിൽ ഇപ്പോഴും തീ പുകയുന്നുണ്ട്. സുജിയ, ഇതാണ് ഇന്ന് രാത്രി ആശങ്ക പടർത്തുന്ന കാട്. ഓക്കെ, വ്യക്തമാണ്. കുളത്തൂപ്പുഴയിലെ തീപിടുത്തം ഇതുവരെയും നിയന്ത്രണ വിധേയമായിട്ടില്ല. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.